എവരിവൺ. സോ ഞാനിന്ന് സ്ഥലം തപ്പി നടക്കുമായിരുന്നു, എവിടെ ഇരുന്നൊരു വീഡിയോ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇച്ചിരി കിതപ്പുണ്ടേ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ particularly focuses on GNIB or IRP appointment. കിതപ്പ് മാറുന്നില്ല, അയ്യോ ഇങ്ങനെ എൻ്റെ കുറച്ച് സമയം പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ പെണ്ണ് കഴിഞ്ഞ വീഡിയോയിലും ഈ ഉടുപ്പ് തന്നെയല്ലേ ഇട്ടേക്കുന്നത്. അത് അല്ലെന്ന് തെളിയിക്കാനായിട്ടാണ് ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ പൊട്ടില്ലായിരുന്നു, സോ പൊട്ടുണ്ട്. കമ്മൽ മാറി, പിന്നെ ഹെയർ സ്റ്റൈൽ മാറി. ഈ ഒരു മെസ്സി ഹെയർ സ്റ്റൈലാണ്, ബിക്കോസ് ഞാൻ കുളിച്ച്. സോ മുടി ഉണങ്ങും, കാറ്റും കിട്ടും, വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഓക്കെ, സോ വെദർ ഈസ് ആക്ച്വലി സണ്ണി. പിന്നെ ഇപ്പോൾ ഇവിടെ 8:30 കേട്ടോ, 8:30 PM. നോക്കൂ, വെട്ടം നോക്കൂ. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുള്ളത്, ഞാനിവിടെ വന്നിട്ട് ക്രോസിനെ കണ്ടു കേട്ടോ. ഒത്തിരി സന്തോഷമായി. പിന്നെ ഇവിടെ വന്ന് ഞാൻ മൈനെ കണ്ടു, പക്ഷേ ഒറ്റ മൈനയായിരുന്നു, അതുകൊണ്ട് വലിയ സന്തോഷമില്ല. എന്നാലും ഞാൻ മൈനെ കണ്ടല്ലോ. ആൻഡ് കാക്കകൾ വല്ല ഈ പരിസരത്ത് വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ട് മാറുന്നു. സോ യെസ്, GNIB ഓർ IRP അപ്പോയിൻമെൻറ്റ്. നമ്മൾ അയർലൻഡിൽ വന്നിട്ട് എടുക്കേണ്ട കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റാണ് GNIB ഓർ IRP അപ്പോയിൻമെൻറ്റ്. സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ, രണ്ടും സെയിം ആട്ടോ. സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഐറിഷ് റെസിഡൻസ് പെർമിറ്റ്. അത് നമ്മളിവിടെ എടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ അയർലൻഡ് ഇമിഗ്രേഷൻസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സീൽ അടിച്ചിട്ട് നമ്മളോട് പറയും, ഇന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ, അതിന് മുന്നേ നിങ്ങൾ GNIB അല്ലെങ്കിൽ IRP എടുക്കണം. അന്നേരം നമുക്കൊന്നും കത്തത്തില്ല. യെസ് പേടിച്ച് പറിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോരും. ഓക്കെ, പേടിച്ചിട്ടൊന്നുമല്ല, കത്താഞ്ഞിട്ടാണ് ഇനി പോരും. അന്നേരം വെളിയിൽ ഇറങ്ങി നമ്മളത് നോക്കുമ്പോൾ നമുക്ക് കത്തും, ഓക്കെ ഇന്ന ഡേറ്റിനകം നമ്മളത് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളത്. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ വരാനിരിക്കുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടാണ്. ആളുടെ പേര് മെൻഷൻ ചെയ്താൽ ആൾക്ക് സന്തോഷമാവും, ഇങ്ങനെ അങ്ങ് മെൻഷൻ ചെയ്യും. നമിത എന്നാണ് പേര്. പിന്നെ വേറൊരു ഫ്രണ്ടുണ്ട്, നിത്യ. സോ നമിതയും നിത്യയും മ്യൂച്വലി കണക്റ്റഡ് അല്ല, പക്ഷേ ഞാനാണ് അവരുടെ മ്യൂച്വലി എന്നിടയിൽ നിൽക്കുന്ന ആൾ. ഓക്കെ, സോ നമിതയുടെ ഹെൽപ്പോട് കൂടിയാണ് ഞാൻ ആക്ച്വലി IRP അപ്പോയിൻമെൻറ്റ് എടുത്തത്. നമിതയുടെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഷീ ഹെൽപ്ഡ് ഹെർ. നമിത അല്ലെങ്കിൽ വേറെ കുറേയേറെ പേരും നാട്ടിൽ നിന്നേ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ആൾ വന്നേ. അത് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ആൾ വരുന്നതിൻ്റെ തലേ ദിവസമാണ് അപ്പോയിൻമെൻറ്റ്. ഇത് പറയുന്നത് നമിതയ്ക്ക് ഇഷ്ടപ്പെടും, എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമിത എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാനത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരാനായിട്ട് പറ്റും എന്നാണ് നമിതയുടെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തത് കേട്ടോ. ഞാനിവിടെ April 11 വന്നു. ഞാൻ 12 കിടന്ന് ഉറങ്ങി. ആൻഡ് 13 ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തത് കേട്ടോ. ഭയങ്കര ക്ലോസിനപ്പിലാണല്ലേ വീഡിയോ. എൻ്റെ വായായിരിക്കും നിങ്ങൾ കാണുന്നത്. എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നുണ്ട് കേട്ടോ, അതാ ഇത്ര തിളക്കം, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തുവാ കാക്ക ഒക്കെ അടുത്ത് വരുവാണെങ്കിൽ കാണിക്കാം. യുസി കാക്ക, സി കാക്ക കാക്ക. അയ്യോ GNIB. അന്നേരം അവള് എനിക്കൊരു സൈറ്റേഷൻ്റെ പേര് പറഞ്ഞു തന്നു. ഞാനതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അതാദ്യം ഇടും, ഇതാദ്യം ഇടും, എനിക്കറിയില്ല. സെയിം കോസ്റ്റ്യൂം ആൻഡ് അപ്പിയറൻസ് ആണ്. ഓക്കെ, സോ www.irishimmigrations.ie എന്നുള്ള സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറുമ്പോൾ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അന്നേരം നമ്മളവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എവിടെ ചെന്നാലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയുള്ളൂ. പിന്നെ ഇവിടെ സൈറ്റേഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമാണ്, നമുക്കങ്ങ് സന്തോഷം വരും. വാവ്,
ബട്ട് തിങ്ക് ദിസ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. എന്ന് വെച്ചാൽ സൈറ്റ് റീലോഡിങ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു അപ്പോയിൻമെൻ്റ് ആണ്, നമുക്കതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും. സോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് എറേഴ്സ് വരുവാണെങ്കിൽ ഇതിൻ്റെ പുറകെ ഓടുക എന്ന് പറയണത് ഒന്നാമതെ വേറൊരു രാജ്യം കൂടിയാണ്. അന്നേരം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ എല്ലാം നോക്കിയും കണ്ടും പാസ്പോർട്ടാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഡോക്യുമെൻറ്റ് നമ്മുടെ. സോ അതിലുള്ള സ്പെല്ലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. സോ അന്നേരം ആ സൈറ്റിൽ കയറുക, നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡൊക്കെ ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ആസ് ഇൻ അവർ പാസ്പോർട്ട്. നമ്മൾ ഏത് കോളേജ്, നമ്മുടെ പേര്, എവിടെ നിന്നാണ് വന്നത്, സ്ഥലം, നാട് എവിടെ, വീട് എവിടെ, അങ്ങനെ കുറേ നാട്ടിലെ കുറേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് അത് അഡ്രസ്സൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. എല്ലാം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളോട് പറയും നിങ്ങളുടെ പാസ്പോർട്ടും കോളേജ് ഓഫർ ലെറ്ററും നമ്മുടെ മുഖവും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണെന്ന് തോന്നുന്നു. അതെ, എന്തായാലും പാസ്പോർട്ടും ഓഫർ ലെറ്ററും കാണിക്കണം കോളേജിൻ്റെ. സോ അത് ID പാൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട്, ഞാൻ ഇവിടെ വന്ന് സിം എടുത്തായിരുന്നു. ഓക്കെ, സിം എടുത്തത് കൊണ്ട് ഞാൻ ഇവിടുത്തെ നമ്പറാണ് കൊടുത്തത്. നമ്മുടെ നാട്ടിലെ നമ്പർ കൊടുത്താൽ അതിൻ്റെ അകത്തും വരും കേട്ടോ. ഞാൻ പറയുന്നത് ഇവിടുത്തെ നമ്പറിൽ കൊടുക്കുക. കാരണം നാട്ടിലെ നമ്പർ അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ റീചാർജ് ചെയ്യാതെ അത് സ്റ്റോപ്പ് ഔട്ടായി പോകുമല്ലോ. സോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് അതൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പറിൽ കൊടുത്തു. അതിലേക്കൊരു ലിങ്ക് വരും. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് അവർ ID പാൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയണേ. എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ ID പാൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അതിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വിട്ടോളും. എന്ന് വെച്ചാൽ ID പാൽ ഓൾറെഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലിങ്ക് വഴി അങ്ങോട്ട് കയറി ചെല്ലാവും. കിട്ടിയോ? അത് നമ്മുടെ ഫോണിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അവർ അയച്ചു തരും. അത് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ വിസ അടിച്ചതും പാസ്പോർട്ടും എല്ലാം കാണിച്ചു കൊടുക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് അവിടെ അതെല്ലാം സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മൾ ദെൻ ഗെറ്റ് ബാക്ക് ടു ദിസ് സൈറ്റ്. നമ്മളിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കുറേ ഡീറ്റെയിൽസ് കൊടുത്തു, ID പാലിൽ പോയി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരിക. സക്സസ്ഫുൾ ആകും. സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കയറാനായിട്ട് പറ്റും. തിരിച്ച് കയറി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറച്ച് അഡ്രസ്സ് കൊടുക്കണോ അങ്ങനെ ഓർക്കുന്നില്ല. അന്നേരം ഇവിടെ തിരിച്ചു വന്നിട്ട് നമ്മൾ ഇവിടെ തിരിച്ചു വന്നിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. സോറി, മറന്നുപോയി. ഇച്ചിരി പഴയതായില്ല. പഴയതെന്ന് വെച്ചാൽ 3 ആഴ്ച പഴക്കമായില്ല. അന്നേരം മറന്നു പോകും, ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കണം. ഞാൻ April 13 എടുക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചോ 17 നമുക്ക് കിട്ടും. എനിക്ക് കിട്ടിയതെന്നാണെന്നറിയാമോ? July 2. ഈ ഒരു IRP അല്ലെങ്കിൽ GNIB കാർഡ് കിട്ടിയാലേ നമുക്ക് പാർട്ട് ടൈമിന് പോലും ലീഗലായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിച്ചിരി ആ ഡേറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ എന്തെടുക്കാനാണ്, നമ്മൾ ആ ഒരു ഡേറ്റ് എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഡേറ്റിനെടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സക്സസ്ഫുൾ ഇമെയിൽ വരും. യെസ്, ലൈക്ക് ISD അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇമെയിൽ വരും. അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു അപ്പോയിൻമെൻറ്റ് നമ്പർ ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റ് നമ്പർ നമ്മൾ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട നമ്പറാണ്. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഇമെയിൽ വന്നിരിക്കും. വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ റീസെൻറ്റ് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ കയറി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി, പറ്റും. പിന്നെ വളരെ വൈകി ഞാനൊരു സത്യം മനസ്സിലാക്കി, നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് റീസ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. സന്തോഷമായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എല്ലാ ഇൻഫർമേഷനും നമ്മൾ പെട്ടെന്ന് അറിയണമെന്നില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ആരും നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരില്ല, അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തും അവരറിയുന്നത് എന്നോട് പറയാതെ ഞാൻ അറിയുന്നത് അവരോട് പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അറിയുന്നത്. ഓക്കെ, തന്നെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി സന്തോഷമുണ്ട്, പിന്നെ എന്നാലും അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ഓക്കെ, സോ അന്നേരം അത് ഇനി വരുന്ന ആർക്കെങ്കിലും അത് ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് ഇത് ഇംഗ്ലീഷിൽ പറയണമെന്നുള്ളത്. പക്ഷേ ഇടയ്ക്ക് പൊട്ടത്തരമൊക്കെ വരും. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ആൻഡ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നുപോയി. അതിനെ ഓർക്കുവാണെങ്കിൽ പറയാം. സോ നമ്മൾ റീസ്കെഡ്യൂൾ ചെയ്യാൻ നമുക്ക് പറ്റും. സോ അന്നേരം നമ്മൾ എപ്പോഴും അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ലോഗിൻ ചെയ്തങ്ങ് വെച്ചേക്കുക. ഞാനെല്ലാം ലാപ്പ് വഴിയാണ്. സോ മെനി കാക്കാസ്, സീ കാക്ക പറക്കലിങ് കണ്ടോ? സോ മെനി കാക്കാസ്. സോ ഐ വാസ് സോ ഹാപ്പി. ഐ ആം സോ ഹാപ്പി. ഐ വാസ് അല്ല, മറന്നു പോകുന്നത്, എന്ത് ചെയ്യണം.
അന്നേരം റീസ്കെഡ്യൂൾ ചെയ്യുക. നമ്മൾ അന്നേരം എപ്പോഴും മോണിറ്റർ ചെയ്യുക. ഓക്കെ, കഴിവതും ഇത് ഞാൻ പറയുന്നത്, കഴിവതും ലാപ്ടോപ്പിൽ കൂടെ എല്ലാം ചെയ്യുക. എന്നിട്ട് ലാപ്ടോപ്പിൽ തന്നെ ലോഗിൻ ചെയ്ത് അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. സോ അന്നേരം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. ഇവർ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലോട്ട് നമുക്കിങ്ങനെ OTP മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കും. സോ അതിനെന്തോ ഒരു ലിമിറ്റേഷനുണ്ട്. ഡെയിലി ഇത്രയെന്നോ വീക്കിലി ഇത്രയെന്നോ. അന്നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സോ അത് ലോഗിൻ ചെയ്ത് എവിടെയെങ്കിലും ഡാഷ്ബോർഡിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക ലാപ്പിൽ. ലാപ്പ് തുറക്കുമ്പോൾ നമുക്ക് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റീസ്കെഡ്യൂൾ ചെയ്ത് എനിക്ക് മെയ് മാസത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ സുഹൃത്തുക്കളെ. സോ ജൂലൈയിൽ നിന്ന് നോക്ക്, ഏകദേശം 1.5-2 മാസം മുന്നേ തന്നെ നമുക്ക് കിട്ടി. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വേറെ മെയിൻ ഒരു ഇൻറ്റൻഷൻ, ഞാൻ തുടക്കത്തിൽ പറയേണ്ട കാര്യമായിരുന്നു, പക്ഷേ ഇത് ചെയ്യാൻ വേറൊരു ഇൻറ്റൻഷൻ, ഈ ഒരു 2025 ജാനുവരി ഇൻടേക്ക് തൊട്ടാണ് ഇവരിത് ഓൺലൈൻ ആക്കിയത്. അതിന് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ റെഫർ ചെയ്യുമ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ വന്നിരുന്ന് തണുപ്പും കൊണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ചോദിക്കും വീട്ടിൽ ഇരുന്ന് ചെയ്തിരുന്നു, അവിടെ ലൈറ്റ് ഇല്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഞാനെന്താ ഇടയ്ക്ക് ടോപ്പിക്ക് വിട്ടു പോവാന്ന് എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ബാക്കിലോട്ട് പോയി കേൾക്കേണ്ടി വരുമോ ഞാൻ? ലെറ്റ് മീ തിങ്ക്. കണ്ടൻറ്റ് വിട്ടുപോയി. ഇനി അത് പറയുമ്പോൾ ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ എന്നാലും എന്തായിരുന്നു അത്? അന്നേരം ഈ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അവർ പറയുന്ന ഡേറ്റിനൊക്കെ പോവുക. ഡേറ്റിനൊക്കെ പോയി കാർഡൊക്കെ പോസ്റ്റലായിട്ട് അയച്ചു തരും. പോസ്റ്റലായിട്ട് ഹലോ ഫൈൻ ഹലോ ഒരു പട്ടിക്കുട്ടി, ഒരു ചേച്ചി ഒരു പട്ടിക്കുട്ടീനെ കൊണ്ട് കളിപ്പിച്ചതാണ് ഞാൻ. നാട്ടിൽ വെച്ച് പട്ടീനെ കൊണ്ട് പോ. ഇവിടുത്തെ ആൾക്കാർക്ക് സ്വന്തം മക്കളെക്കാളും നന്നായിട്ട് അവർ പട്ടികളെയാണ് നോക്കുന്നത്. ഉണ്ടോ ഇതൊക്കെ ഇറങ്ങിയെന്ന് പറയും. അന്നേരം GNIB അപ്പോയിൻമെൻറ്റ് എടുക്കുക. റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും. അതുകൊണ്ട് റീസ്കെഡ്യൂൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് 2025 ജാനുവരി തൊട്ടാണ് ഇത് ഓൺലൈൻ ആക്കിയത്. സോ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ റെഫർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നിൽ ഓഫീസിൽ പോയി അപ്പോയിൻമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. സോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു 2025 ജാനുവരി ഇൻടേക്ക് തൊട്ട്, ഞാൻ ഏപ്രിൽ ഇൻടേക്കാണ് തൊട്ടാണ് ഓൺലൈൻ ആയത്. പിന്നെ ഈ ഓൺലൈൻ പരിപാടി ഇവർ ഇറക്കിയത് എപ്പോഴായിരുന്നു എന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്താണ്. കാരണം പോകാനൊന്നും പറ്റത്തില്ലല്ലോ, എല്ലാം ഓൺലൈനായിരുന്നു. വെച്ചാൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ള അവിടെ ചെന്ന് നമ്മൾ ഫിസിക്കലി പ്രസൻറ്റ് ആവേണ്ടത് വരെ വിർച്വലി ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറയാൻ വന്നത്. സോ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. പഴയ വീഡിയോ കണ്ടാൽ എനിക്ക് ഉപകാരം തോന്നാത്തത് കൊണ്ടാണ്. അന്ന് അത് റെലവൻ്റ് ആയിരുന്നു കേട്ടോ. സോ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഇതാണ് റെലവൻറ്റ്. എനിക്കിത് ഇംഗ്ലീഷ് ചെയ്യണമെന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ GNIBയുടെ അപ്പോയിൻമെൻറ്റിന് പോയതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ബൈ.